സബ്ജക്റ്റാണ്. നല്ലൊരു എന്താ പറയുക, അർജുൻ അശോകനൊക്കെ നല്ല പെർഫോമൻസ്. അനശ്വര ഒരു സൂപ്പറായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല അനശ്വരയ്ക്ക് ഒരു വെറൈറ്റി കോമഡി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ത്രില്ലറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നല്ലൊരു സംഭവമാണ്. ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. നല്ലൊരു സംഭവം. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്നതാണ്. ബട്ട് പ്രതീക്ഷയ്ക്കപ്പുറം നല്ലൊരു മൂവിയായിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അനശ്വര ആയാലും അർജുൻ ആയാലും ബാലു ആയാലും എല്ലാവരും നന്നായിട്ട് മികച്ച പെർഫോമൻസ് തന്നെയാണ്. കോമഡി ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാൽ തന്നെ നല്ല കോമഡി ഉണ്ട്. വർക്കൗട്ട് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സിറ്റുവേഷൻസ് കോമഡീസ് മിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോണറാണ് കോമഡി, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സസ്പെൻസും എല്ലാം കൂടെ മിസ്റ്ററിയും എല്ലാം ഉള്ളൊരു സിനിമയാണ്. നല്ല രസമായിട്ട് കാണാം. പണ്ടത്തെ ദിലീപേട്ടൻ സിനിമകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബേസിക് ജോസഫ് സിനിമകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കുടുംബ പ്രേക്ഷകരൊക്കെ ഉണ്ടല്ലോ. ഫാമിലിയായിട്ട് വന്ന് ഒരുപോലെ ചിരിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന, എന്നാലും ഫണ്ണിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയൊന്നുമല്ല. ഒരുപാട് ഫണ്ണുണ്ട്, അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ഹാപ്പിയായിട്ട് കണ്ടിട്ട് ഇറങ്ങാൻ പറ്റുന്നൊരു സിനിമ. എല്ലാവർക്കും ഫാമിലിയായിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന സിനിമ. വളരെ അടിപൊളിയാണ്, എൻ്റർടൈനിങ് ആണ്. ബാലുവർഗീസും അജുവർഗീസും ചേട്ടനും അടിപൊളിയാണ്. ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. മ്യൂസിക് അടിപൊളിയാണ്. നല്ലോണം ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ക്ലൈമാക്സ് നല്ല പെർഫോമൻസ്. പുള്ളിയുടെ ഗെറ്റപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചാർലിയിലെ ഡീക്വിൻ്റെ ഒക്കെ ഒരു ഗെറ്റപ്പ് ആണല്ലോ, എങ്ങനെ ഉണ്ടതൊക്കെ? കൊള്ളായിരുന്നു. പിന്നെ അനശ്വര എങ്ങനെയുണ്ട്? അനശ്വര എല്ലാവരും കൊള്ളായിരുന്നു. നല്ല പടം. എങ്ങനെ, കോമഡിയാണോ അതോ ത്രില്ലറാണോ? എന്ത് ടൈപ്പ് പടമാണ്? എല്ലാം ഉണ്ട്, കണ്ടിരിക്കാം. ഫുൾ പാക്കേജാണ്. ഓക്കെ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ. ആരുടെ അഭിനയം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? എല്ലാവരും ആ 3 പേര് നല്ല ഒന്നിനൊന്ന് വെച്ചായിരുന്നു. നല്ല അനശ്വര വളരെ അടിപൊളി, സൂപ്പർ. എല്ലാവരും വളരെ നന്നായിരുന്നു പടം. ഒരു ക്യാപ്റ്റിവേറ്റിംഗ് മൂവിയായിരുന്നു, ത്രില്ലറായിരുന്നു. ഇതിൽ ഞാനൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസിൻ്റെ ചൈൽഡ്ഹുഡ് അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. വെരി ഹാപ്പി പാർട്ട് ഓഫ് ദിസ് മൂവി. നല്ല എൻ്റർടൈനറാണ്. കോമഡി ഉണ്ട്, ത്രില്ലറാണ്. നല്ല മെസ്സേജ് ഉണ്ട്. അർജുൻ അശോക് തകർത്തുണ്ട്. അനശ്വരാജിൻ്റെ ടൈമാണിപ്പോൾ. അനശ്വരാജ് തകർക്കുന്നുണ്ട്. പിന്നെ മറ്റേ അൽത്താഫ്, ബാലു വർഗീസ് എല്ലാം നനഞ്ഞിട്ടുണ്ട്. ഇത് ഫാമിലിയായിട്ട് പോയി കാണാൻ എൻ്റർടൈനറാണ്. ആകെ നെഗറ്റീവ് വന്നാൽ അച്ഛൻ്റെ ഒരു കാസ്റ്റിംഗ് ശരിയായില്ല. ബാക്കിയെല്ലാം നല്ലതാണ്. എല്ലാം കൊണ്ട് നല്ല എൻ്റർടൈനറാണ്. അനശ്വരയുടെ ഇതുവരെ കാണാതെ പ്രകടനം എല്ലാവരും പറയുന്നത്. അനശ്വര കുറച്ച് ആക്ഷനും കുറച്ച് നെഗറ്റീവ് എല്ലാം ഉള്ളതിനും ആക്ഷൻ ഉണ്ട്, നെഗറ്റീവ് എല്ലാം ഉണ്ട്. ഇപ്പോൾ അനശ്വരയുടെ ടൈമാണ്. മറ്റേ പ്രേമിൽ വന്നപ്പോൾ മമത പോയതാണ് കയറിയാണ്. അപ്പോൾ അനശ്വര തിരിച്ചു വരിക. അനശ്വര ആക്ഷൻ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ആയാലും നെഗറ്റീവ് ആയാലും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ അർജുൻ അശോക് നന്നായി ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ വരുന്നത് ബാലു വർഗീസ് എല്ലാം കൊണ്ട് നല്ല പടമാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. ഒരു കോമഡി ത്രില്ലറാണ്. കോമഡി ഉണ്ട്, അപ്പോൾ ത്രില്ലറാണ്. നല്ല മെസ്സേജും ഉണ്ട്. നന്നായിട്ട് ഓടേണ്ട പടമാണ്. കുഴപ്പമില്ല. അതൊരു ഫാൻറ്റസി ടൈപ്പ് ഒരു സിനിമ. നമ്മുടെ അർജുൻ അശോക് നന്നായിട്ടുണ്ട്. അനശ്വരരാജനും കിടിലനായിട്ടുണ്ട്. ഒരു ഫാമിലി മൂവി എന്ന് വെച്ചാൽ ഫാമിലിയായിട്ട് വന്നാൽ ചിരിച്ച് നല്ലൊരു ഫാമിലിയായിട്ട് കോമഡി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ. കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു ഫാമിലി ഓറിയൻറ്റ് മൂവി. ഏതാ ത്രില്ലർ എലമെൻസ് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നല്ല മേക്കിംഗ് ആണ്. സൗണ്ട് ഒക്കെ നന്നായിട്ട്, നല്ലപോലെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ നന്നായിട്ട് എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ. ബാലു വർഗീസിനാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അനശ്വരരാജിൻ്റെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് കായങ്ങൾ വെച്ചിട്ട് കുറേ നോവലൊക്കെ വായിച്ചിട്ടുണ്ട് കഥ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു. അവരുടെ മോഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്. സസ്പെൻസ് ഉണ്ട് കേട്ടോ. നല്ലതായിരുന്നു. നല്ല ഡയറക്ഷനും കാര്യങ്ങളൊക്കെ അതെ. പിന്നെ മ്യൂസിക് ആണല്ലോ. BGM കുറേ നല്ല തകർത്തിട്ടുണ്ട്. BGM അടിപൊളിയായിരുന്നു. ഓക്കെ. നല്ല ഫാമിലി പടം. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രം. ആയാലും മഹേഷ് മധു എന്ന ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ മലയാള സിനിമയിൽ കാണുന്നതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ. ഒരു കള്ളനാണെങ്കിലും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നുള്ള കാണിക്കുന്നത് അങ്ങനെയാണ് ഈ പടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും സെമിനേരിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥ. ഒരു കള്ളൻ്റെ നല്ല മനസ്സ്, അതായത് മനുഷ്യരിലും ഈ കള്ളന്മാരാണെങ്കിലും നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നുള്ളതാണ് ഈ ചിത്രത്തിലൂടെ മഹേഷ് മധു എന്ന ഡയറക്ടർ വരച്ച് കാണിച്ചത്. എന്തായാലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ക്യാമറ ആണെങ്കിൽ മ്യൂസിക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിത്രം തന്നെ.
എങ്ങനെയാണ് പിന്നെ അതൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു കഥയായിരുന്നില്ല. അതിലും കോമഡിയും അനശ്വരരാജൻ്റെ ആക്ഷനൊക്കെ വന്നിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ചിത്രം തന്നെ വിശേഷിപ്പിക്കപ്പെടുത്തില്ല.